ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ റെസിപ്പി വീഡിയോസ്. ഇന്നത്തെ റെസിപ്പി പനീർ ബട്ടർ മസാലയാണ്. ചിക്കൻ കഴിക്കാത്തവർക്കും പനീർ ഇഷ്ടമുള്ളവർക്കും എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ചിലരുണ്ടാവില്ലേ, ഈ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ അതിൻ്റെ ചിക്കൻ അവർ കൂട്ടൂല. അങ്ങനത്തെവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുക്കുക. അതിനായിട്ട് ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് 200 ഗ്രാം പനീറാണ് ഞാൻ ഇടുന്നത്. ഞാനിവിടെ ഫ്രോസൺ പനീറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഈ പനീർ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. കുറേ സമയം കുക്ക് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, ഇതൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഇപ്പം ഇതാ പനീറെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ബട്ടർ ഇടുന്നുണ്ട്. ബട്ടർ മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി മുറിച്ചിട്ട് ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഈ ബട്ടറിലിട്ട് സോട്ട് ചെയ്തെടുക്കണം, നല്ലൊരു സ്മെല്ല് വരും. അപ്പം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ക്യൂബ്സായിട്ട് കട്ട് ചെയ്താൽ മതി. ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് വേണ്ടത്. ഉള്ളിയും തക്കാളിയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയും തക്കാളിയും വാടി വരുമ്പോൾ ഇതിലേക്ക് പൊടികളിടാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കസൂരി മേത്തി. ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം പൊടികളുടെ റോസ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 10-15 കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് ഇടുന്നുണ്ട്. കാഷ്യൂ നട്ട്സും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തുറന്ന് വെച്ച് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂടാറി വന്നാൽ ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ ചൂടെല്ലാം മാറിയിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി സെയിം ഉള്ളി വഴറ്റി അതേ പാത്രത്തിലേക്ക് തന്നെ ഈ അരച്ചെടുത്ത് മിക്സ് ഒഴിക്കുന്നുണ്ട്. ജ്യൂസിൻ്റെ കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. തിളച്ച് വരുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇടുന്നുണ്ട്. കസൂരി മേത്തി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച പനീറും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഈ പനീറെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം മസാലയിൽ പനീറെല്ലാം പിടിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് വേണ്ടത്. 1 കപ്പ് ഫ്രഷ് ക്രീമും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഫ്രഷ് ക്രീം ഇട്ടതിന് ശേഷം നല്ലോണം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു തള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിൻ്റെ മേലിൽ കുറച്ച് മല്ലിച്ചപ്പിട്ടിട്ട് നമുക്ക് ഇവിടെ മൂടി വെക്കാം. അപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മളെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കഴിക്കാത്തവരും പനീർ ഇഷ്ടപ്പെടുന്നവരും എന്തായാലും ഈ റെസിപ്പി ട്രൈ ആക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.